ഹായ് ഓൾ. ഇന്ന് നമ്മൾ പൈത്തൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വ്യത്യസ്തമായിട്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പൈത്തൺ എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ജസ്റ്റ് ലൈക്ക് ജാവ പോലെയും C++ പോലെയും സി പോലെയും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. 1991 ഗേഡോ വാൻ റോസൻ എന്നൊരാളാണ് ഈ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന്റെ സിൻടാക്സ് സിംപ്ലിസിറ്റി തന്നെയാണ്. ഓക്കെ, സിൻടാക്സ് സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വേർഡ്സ് എടുത്തിട്ടാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചോളം വളരെ എളുപ്പത്തിൽ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വ്യത്യസ്തമായിട്ട് ഇതിലെ സിൻടാക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് പ്രിന്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക, പ്രിന്റ് ബ്രാക്കറ്റിൽ ഹലോ വേൾഡ് എന്ന് ഡബിൾ കോഡ്സിലോ സിംഗിൾ കോഡ്സിലോ അല്ലെങ്കിൽ ട്രിപ്പിൾ കോഡ്സിലോ എന്തിലായാലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഏതൊരു കോമൺ മാനെ നോക്കുമ്പോഴും ഈ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ഇത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണെന്ന് മനസ്സിലാകും. അതാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് ഡൈനാമിക്കലി ടൈപ്ഡ് ആണ്. ഡൈനാമിക്കലി ടൈപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ നിർബന്ധമായും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. എക്സാമ്പിൾ പറയുന്ന മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഇൻറ്റീജർ ആണെങ്കിൽ ഇൻറ്റ് എ എന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. പക്ഷേ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ച് അങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. a = 10 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റീജർ ആയതുകൊണ്ട് a എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് ഇൻറ്റീജർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് അതിലേക്ക് സ്റ്റോർ ആവുന്നത് അതിൻ്റെ ബേസിസിലാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ റൺ ടൈമിലാണ് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നതും ആ സമയത്താണ് മെമ്മറി ലൊക്കേഷൻസ് അതിന് വേണ്ടി അലോട്ട് ചെയ്യുന്നതും. അതാണ് രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഫീച്ചേഴ്സാണ് ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് ഇവിടെ പൈത്തൺ കോഡ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ലൈൻ ബൈ ലൈൻ ആയിരിക്കും. അതായത് ഒരു ലൈൻ കഴിഞ്ഞിട്ടാണ് അതിൽ എററെല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ലൈനിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. എങ്കിൽ കൂടി സിംഗിൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അടുത്ത ഒരു ഫീച്ചറാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയ ഒരു കോഡാണെങ്കിലും നമുക്കത് മാക്കോസിലും ലിനക്സിലും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമാണ് ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഏതൊരു പ്ലാറ്റ്ഫോമിലും നമ്മൾ കോമൺ ആയിട്ട് എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കോഡ്സ് വർക്ക് ചെയ്യും. അതാണ് അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് നെക്സ്റ്റ് ഫീച്ചറാണ് പൈത്തൻ്റെ എക്സ്റ്റെൻസീവ് ലൈബ്രറി എന്ന് പറയുന്നത്. എക്സ്റ്റെൻസീവ് ലൈബ്രറി എന്ന് പറയുന്നത് പൈത്തനെ സംബന്ധിച്ചോളം അതാണ് പൈത്തനെ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ വ്യത്യസ്തമാക്കുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഡാറ്റ അനാലിസിനും അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും മെഷീൻ ലേണിങ്ങിനും വെബ് ഡെവലപ്മെൻറ്റിനും അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നംബി പാൻഡാസ് എന്ന് പറയുന്ന കാര്യങ്ങൾ മുതലായ ലൈബ്രറീസ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റ അനാലിസിസ് നടത്താൻ സാധിക്കും. ഡാറ്റ അനാലിസിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഫ്രെയിം വർക്ക്സ് ആണ് നംബി പാൻഡാസ് എന്ന് പറയുന്നത്. അതേപോലെ അടുത്ത ലൈബ്രറീസ് ആണ് ടെൻസർ ഫ്ലോ ആൻഡ് പൈറ്റോർച്ച്. അത് മെഷീൻ ലേണിനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ലൈബ്രറീസ് ആണ്. അതേപോലെ വെബ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ നോർമലി ജാങ്കോയും ഫ്ലാസ്കുമാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ കുറേ എക്സ്റ്റെൻസീവ് ലൈബ്രറീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത് ഓഫ് കോഡ്സ് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അതാണ് പൈത്തൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ നെക്സ്റ്റ് ഫീച്ചറാണ് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത്, എക്സിക്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത്. ലൈൻ ബൈ ലൈൻ ആയതുകൊണ്ട് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ എക്സിക്യൂഷൻ സ്പീഡും കുറച്ച് കുറവാണ് പൈത്തനെ സംബന്ധിച്ചോളം. നെക്സ്റ്റ് ആണ് ഈസ് ഓഫ് ലേൺ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ സിൻടാക്സ് സിംപ്ലിസിറ്റി പറഞ്ഞ ആ ഒരു ഫീച്ചേഴ്സിനോട് കണക്ട് ചെയ്ത് തന്നെ സംസാരിക്കാം. ഈസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ചോളം കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിസിലാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ കോഡ്സും സിൻടാക്സും ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെ സംബന്ധിച്ചോളം എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പിന്നെ അതുപോലെ കോഡ് ലെങ്ത്
നോർമലി കോഡ് ലെങ്ത് പൈത്തന് വളരെ കുറവാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഹലോ വേൾഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് പ്രിൻറ്റ് ഹലോ വേൾഡ് എന്ന് മാത്രം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈത്തണ് കോഡ് ലെങ്ത് വളരെ കുറവാണ്. നെക്സ്റ്റ് ഫീച്ചറാണ് പൈത്തൺ എന്ന് പറഞ്ഞാൽ ഓപ്പൺ സോഴ്സ് ആണ്, അതുപോലെ ഫ്രീ അവൈലബിളും ആണ്. അതായത് നമുക്ക് ഫ്രീ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും, മോഡിഫൈ ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഇത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമാണ്, പക്ഷേ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. നെക്സ്റ്റ് പൈത്തൻ്റെ ഒരു ഫീച്ചറാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾസിന് നമുക്ക് ഒബ്ജക്റ്റിൻ്റെയും ക്ലാസ്സിന് ഹെൽപ്പോട് കൂടി നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് ആ സിനാരിയോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു ഫീച്ചേഴ്സ് നമുക്ക് പൈത്തൺ ലാംഗ്വേജിൽ സാധിക്കും. അതുകൊണ്ടാണ് പൈത്തൺ ലാംഗ്വേജിനെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറയാൻ കാരണം. അതേപോലെ തന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് കൂടിയാണ്. കാരണം പ്രോഗ്രാമേഴ്സിനെ സംബന്ധിച്ചോളം ഈസി ആയിട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കോഡ് സിമ്പിളായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് പൈത്തൺ ലാംഗ്വേജ് ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇത്രയാണ് നമുക്ക് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സും അതേപോലെ തന്നെ മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് പൈത്തൺ ലാംഗ്വേജിൻ്റെ ഡിഫറൻസും. ഓക്കെ, താങ്ക് യു.